ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പഴം ഓട്സും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരങ്ങളിലെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ്. സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ബീറ്ററും കാര്യങ്ങളും ഒന്നും ഇതിലേക്ക് ആവശ്യമായിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ 1.5 കപ്പ് ഓട്സ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് രൂപത്തിലുള്ള ഓട്സ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ റോൾഡ് ഓട്സ് ആയാലും നമുക്ക് ഈ ഒരു സെയിം സ്റ്റെപ്പിൽ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ തനിയെ ഡയറക്റ്റായിട്ട് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്താണ് കേട്ടോ. വറുത്തിട്ടൊന്നുമില്ല, ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ തന്നെ നല്ലതുപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ 2 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കുക, ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സായിട്ട് കിട്ടിക്കോളും. അപ്പോൾ അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് 2 മീഡിയം സൈസിലുള്ള റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് പഴം എടുക്കുമ്പോൾ നല്ലതുപോലെ തന്നെ പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാൻ. അപ്പോൾ പഴം ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫോർക്ക് വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കാം. അപ്പം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ച് ടൈം ഉടച്ചെടുത്ത് പോലെ ഒന്ന് മിക്സ് ആക്കുമ്പോഴേക്കും കണ്ടല്ലോ ഇതുപോലെ ഒരു ക്രീം പരുവത്തിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ചെറിയൊരു കടിക്കാനുള്ള ചെറിയ പീസുള്ള ആ ഒരു രൂപത്തിൽ വേണം കേട്ടോ നമുക്കത് ഉണ്ടാവാൻ. അതുകൊണ്ടാണ് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് ഇതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള 2 കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സെയിം കറക്റ്റ് അളവിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് പതപ്പിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു മുട്ട അത്യാവശ്യം ഒന്ന് പതഞ്ഞ് വരുന്ന രൂപത്തിൽ ഫോർക്ക് വെച്ചിട്ട് നമുക്കത് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ബീറ്ററൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് തന്നെ പണി കഴിയുന്നു മാത്രം. പക്ഷേ ബീറ്റർ ഒട്ടും നിർബന്ധമില്ല കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അതല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് കയ്യിലുണ്ടെങ്കിലോ അതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് നമുക്ക് എളുപ്പത്തിനുള്ള മാർഗ്ഗങ്ങളാണ് കേട്ടോ. ഇനിയിപ്പോൾ കയ്യിൽ ഹാൻഡ് ബീറ്ററോ ഇലക്ട്രിക് ബീറ്ററോ ഒന്നും കയ്യിലില്ലെങ്കിലും ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പഞ്ചസാര ഓപ്ഷണലാണ് കേട്ടോ. പഞ്ചസാര നിർബന്ധമൊന്നുമില്ല, ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. ആ ഒരു പഴത്തിൻ്റെ ഒരു മധുരമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ കയ്യിലുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പതപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ബീറ്റർ ഉള്ളതുകൊണ്ട് മാത്രം നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഓട്സിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു കേക്കാന്ന് വിചാരിച്ചിട്ട് ഓയിലും കാര്യങ്ങളൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുള്ള ഒരു സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പിയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടതെന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ഓയിൽ ഒഴിക്കാറില്ല കേട്ടോ. ആദ്യം ഒക്കെ കേക്ക് ട്രൈ ചെയ്യുന്ന സമയത്തൊക്കെ ഓയിലൊക്കെ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഓയിലൊക്കെ ഒഴിച്ചിട്ട് കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാറ് കേട്ടോ. പിന്നെ ഓയിൽ ഒഴിക്കാതെ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു മുകൾ ഭാഗം ഒട്ടുന്ന പ്രശ്നമോ ഒന്നുമില്ല കേട്ടോ. ഓയിൽ ഒഴിക്കാതെ റെഡിയാക്കിയിട്ട് എന്നാൽ നല്ല സ്പഞ്ചായി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാതെ ഉണ്ടാക്കി നോക്കുക. ഓയിൽ ഈ ഒരു കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒട്ടും നിർബന്ധമില്ല കേട്ടോ. ഈ ഒരു മോൾഡിൽ നമുക്ക് കുറച്ച് മാത്രം ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കി നോക്കുന്നവരാണെങ്കിൽ ഓയിൽ ഒഴിക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, അടിപൊളിയായിരിക്കും. പിന്നെ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, എഗ്ഗ് ബീറ്റാക്കുന്നത്. ആ ഒരു എഗ്ഗ് ബീറ്റാക്കുന്നത് നല്ല സോഫ്റ്റായിട്ട് നല്ല പ്ലഫി ആയിട്ട് ആ ഒരു വൈറ്റ് കളറിൽ ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കേക്കിൽ ഇനിയിപ്പോൾ ഓയിൽ ഒഴിച്ചില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു കമൻറ്റ് കണ്ടതുകൊണ്ട് മാത്രം അതിനുള്ള റിപ്ലൈ മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു ഓട്സും കൂടെ മിക്സ് ആക്കിയിട്ട് ഞാനിപ്പോൾ ഒരു 5 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ മോൾഡിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലുള്ള മോൾഡൊന്നും നിർബന്ധമില്ല കേട്ടോ. നമുക്ക് സാധാ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന കുക്കറില്ലേ അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ട്
നമുക്കിത് കേക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ കുക്കറിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിൽ ഡയറക്റ്റായിട്ട് ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കരുത് കേട്ടോ. അതിൻ്റെ അടിഭാഗത്ത് ചെറിയൊരു പഴയ തട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ കയ്യിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ പീസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും ഓപ്ഷണലാണ് കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റൗ ടോപ്പിൽ ഒരു പാത്രം വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ റിങ് ഇറക്കി വെച്ചിട്ട് നമുക്കൊരു കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള എയറൊന്നും പുറത്തേക്ക് പോവാതെ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. കറക്റ്റ് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ഓപ്പൺ ആക്കിയാൽ മതി. പിന്നെ ഫ്ലെയിമിൽ ശ്രദ്ധിക്കുക, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റ് 30 മിനിറ്റൊക്കെ ആയപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഈർക്കിലോ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കട്ടെ. അപ്പോൾ ക്ലീൻ ആയിട്ട് വരികയെന്നുണ്ടെങ്കിൽ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അതിൻ്റെ അതിൽ കുറച്ചൊക്കെ ഒട്ടിപ്പിടിക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമും കൂടെ ആ ഒരു രീതിയിൽ തന്നെ വെച്ച് കൊടുത്താൽ വെന്ത് കിട്ടിക്കോളും. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡിലും അടിഭാഗത്തൊക്കെ ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഇളകിപ്പോരും കേട്ടോ. അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈഡിലൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഡിമോൾ ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. ഞാനിപ്പോൾ ചൂടോട് കൂടെ തന്നെയാണ് ഇതൊക്കെ റിമൂവ് ചെയ്തെടുക്കുന്നത്. ഉണ്ടല്ലോ ഇതിൻ്റെ അടിഭാഗത്തുണ്ട് ബട്ടർ പേപ്പർ, അതും കൂടെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അടിഭാഗത്ത് ബട്ടർ പേപ്പർ നീക്കം ചെയ്തപ്പോൾ ഉണ്ടല്ലോ കേക്ക് ഒന്ന് മറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് മുകളിലെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായിട്ട് നിൽക്കല്ലേ, അപ്പോൾ അത് കണ്ടല്ലോ പ്ലേറ്റിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ കാണാനുള്ള ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടെന്ന് മാത്രം. അപ്പോൾ വേണ്ടല്ലോ നല്ല സോഫ്റ്റാണ് കേട്ടോ. ചൂടാണ്, എനിക്ക് അധികം പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടും കൂടെ കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. പ്രത്യേക ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കേട്ടോ ഈ ഒരു കേക്കിന്. ആ ഒരു ഓട്സിൻ്റെയും പഴത്തിൻ്റെയൊക്കെ ഫ്ലേവർ ആയാലും ആ ഒരു സ്മെല്ലായാലും അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. ഇതിനിപ്പോൾ ആ ഒരു ഫ്ലേവറൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് വാനില എസൻസ് നമ്മൾ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് വാനില എസൻസ് ഒഴിച്ച് കൊടുത്താലും മതി. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയൊക്കെ ആവുമ്പോൾ ഇതുപോലെയൊക്കെ റെഡിയാക്കുക. വേറെ അഡീഷണൽ ആയിട്ടുള്ള ഫ്ലേവേഴ്സും കാര്യങ്ങളും ഒന്നും ചേർത്ത് കൊടുക്കാതെ ഇതുപോലെ തന്നെ റെഡിയാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. അപ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കുട്ടീസിനൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.